നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. 65 വയസ്സുകാരന് 45 വയസ്സുകാരിയോട് തോന്നിയ അടുപ്പം കലാശിച്ചത് അരുംകൊലയിൽ. തീർത്തും ഒരു ട്രെയിൻ അപകടമെന്ന് തോന്നി തള്ളിക്കളയാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കേസ് പോലീസിന്റെ നിർണായക ഇടപെടലുണ്ടായതോടെ തെളിയുമ്പോൾ കൊലപാതകം എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. അമ്മയുടെ പരിചയത്തിലുള്ള 65 വയസ്സുകാരൻ എക്സ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ള ഒരു ഉറപ്പ്. അങ്ങനെ ഷാജിയോട് സുധ അടുപ്പം പുലർത്തുന്നു. ആദ്യ വിവാഹബന്ധം വേർപെടുത്തി ഒറ്റപ്പെടലിന്റെ വേദനയിൽ കഴിയുമ്പോഴാണ് ഷാജിയുടെ ജീവിതത്തിലേക്കുള്ള വരവ്. അമ്മയുടെ സുഹൃത്ത് പതിയെ മകളുടെയും സുഹൃത്തായി, പിന്നീട് ഉറ്റ സുഹൃത്തായി. സുഹൃത്ത് എന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ബന്ധത്തിലേക്കടക്കം ആ ഒരു സൗഹൃദത്തിന്റെ ആഴം കൂടി. അങ്ങനെ പോകെ ഇരുവരും പരസ്പരം അയാൾ ഒരു കുടുംബമുള്ള വ്യക്തിയാണെന്ന് പോലും ഓർക്കാതെ അല്ലെങ്കിൽ മറന്ന രീതിയിലേക്ക് അവർ തമ്മിലുള്ള ബന്ധമെത്തുന്നു. അടുപ്പത്തിന്റെ ആഴമേറിയതോടെയാണ് പെട്ടെന്ന് പ്രതിക്ക്, ഷാജിക്ക് താൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ചിന്ത വരുന്നത്. തന്റെ കുടുംബത്തെ ഓർത്ത് സുധയോട് വഴക്കിടുന്നു. പിന്നീട് കുടുംബത്തെ ചൊല്ലി നിരന്തരം തർക്കങ്ങൾ. പലപ്പോഴും തർക്കം ഭീഷണിയിലേക്കടക്കം എത്തുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. നിന്റെ കുടുംബജീവിതം ഞാൻ അവസാനിപ്പിക്കുമെന്ന പെൺസുഹൃത്തിന്റെ വാക്കുകൾ ആ 65-കാരന് അലോസകരമായി തോന്നി. അങ്ങനെ ആ കടുത്ത തീരുമാനത്തിലേക്ക് അയാൾ എത്തുകയും ചെയ്തു. കൊല്ലണം, പക്ഷേ കേസ് തന്റെ പക്കലേക്ക് ഒരിക്കലും എത്താൻ പാടില്ല. അതായിരുന്നു തീരുമാനം. കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നതാകട്ടെ ആത്മഹത്യ എന്ന് തോന്നുന്ന തരത്തിലൊരു കൊലപാതകവും. പ്രതി ഇതിന് പറ്റിയ സമയവും സ്ഥലവും ഒക്കെ കണ്ടെത്തുന്നു. പാതിരാത്രി 2-2:30 മണി. സ്ഥലം ആളൊഴിഞ്ഞ റെയിൽവേ ട്രാക്കിന് സമീപം. എറണാകുളം വൈറ്റിലയിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പായിരുന്ന ഒരു കൊലപാതക രംഗം. പക്ഷേ അയാൾക്ക് കണക്ക് കൂട്ടലൊക്കെ പിഴച്ചത് അവിടെയാണ്. അതായത് കൃത്യം പോലീസിന്റെ നിരീക്ഷണത്തോടെ പുറത്തു വന്നു. ആത്മഹത്യ എന്ന് തോന്നാൻ വേണ്ടി മൃതദേഹം റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു പ്രതി സഞ്ചരിച്ച വഴികളിലെ CCTV ദൃശ്യങ്ങളും ആ കൊലപാതകമെന്ന് തോന്നിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത വൈറ്റിലയിലെ റെയിൽവേ ട്രാക്കുമാണ് അയാൾക്ക് വിനയായി മാറിയത്. റെയിൽവേ ഉപയോഗശൂന്യമായി ഇട്ടിരുന്ന ഒരു ട്രാക്കിലായിരുന്നു അപകടമെന്ന് തോന്നിക്കാൻ വേണ്ടി ബോഡി കൊണ്ടിട്ടിരുന്നത്. ഇതോടൊപ്പം തന്നെ അയാൾ സഞ്ചരിച്ച വഴികളിലെ CCTV ദൃശ്യങ്ങളും. മണിക്കൂറുകൾ കൊണ്ടാണ് ഈ 2 തെളിവുകളും ഉപയോഗിച്ചുകൊണ്ട് പോലീസ് കേസ് തെളിയിച്ചത്. കൊല്ലപ്പെട്ടത് എറണാകുളം വൈറ്റിലയിൽ താമസിക്കുന്ന സുധാ ബേബി എന്ന് പറയുന്ന പെൺ സുഹൃത്താണ്. കൊല്ലപ്പെടുന്നതിന് മുൻപ് സുധ നേരിട്ടത് അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് എന്നുള്ള വിവരങ്ങളും പോലീസ് നൽകുന്നു. പരസ്പരമുള്ള വഴക്കിനിടെ പ്രതി ഷാജി യുവതിയുടെ മുഖത്ത് നിരവധി തവണ മുഷ്ടി ചുരുട്ടി ഇടിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. ഇടിയേറ്റ് കരിങ്കൽ കൂട്ടത്തിലേക്ക് ഇവർ വീഴുകയായിരുന്നു എന്നും സുധയുടെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റാണ് മരണമെന്നുമാണ് വിവരം. യുവതി ബഹളം വെച്ച സമയത്ത് വായും മൂക്കും അമർത്തിപ്പിടിച്ച് അയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നും പോലീസ് കണ്ടെത്തുന്നു. ആസൂത്രിതമായി നടത്തിയതല്ല ഈ കൊലപാതകമെങ്കിലും കൊലപാതകം നടന്നതിനു ശേഷം അയാൾക്കൊരാശ്വാസം, തന്റെ ജീവിതത്തിലെ ആ ഒരു പ്രധാന പ്രശ്നം താൻ പരിഹരിച്ചു എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. തന്റെ കുടുംബം തകർക്കുമെന്ന യുവതിയുടെ ഭീഷണിയാണ് താൻ കൊലപാതകത്തിലേക്ക് എത്താൻ കാരണമായത് എന്ന് ഷാജിയും മൊഴി നൽകുന്നു. കുടുംബ സുഹൃത്തുക്കളായ ഷാജിയും സുധയും സമീപകാലത്തായി ഇടയ്ക്കിടെ കാണാറുണ്ടായിരുന്നു എന്നതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഗൃഹനാഥനായിരുന്നു ഹൈക്കോടതിയിൽ ജോലി ചെയ്ത് വിരമിച്ച ഷാജി. കഴിഞ്ഞ ഫെബ്രുവരി 23-നാണ് ഈ അരുംകൊല നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെ യുവതിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തുകയായിരുന്നു. വൈറ്റിലയിലൂടെ കടന്നുപോയ അമൃത എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാണ് ട്രാക്കിനോട് ചേർന്ന കിടക്കുന്ന യുവതിയുടെ മൃതദേഹം ആദ്യം കണ്ടെത്തുന്നത്. ഇദ്ദേഹത്തിന് ഈ സംഭവത്തിൽ ദുരൂഹത ഉണ്ടാകുന്നതായി തോന്നുകയും ഉടൻ തന്നെ സംഭവത്തിന്റെ വിവരങ്ങൾ റെയിൽവേ ട്രാക്കിലേക്കും അത് മുഖാന്തരം പോലീസിലേക്കും അറിയിക്കുകയായിരുന്നു. പോലീസ് ഉടൻ തന്നെ ട്രാക്കിലെത്തി അന്വേഷണങ്ങൾ ആരംഭിച്ചു. മരണമാണോ, അതായത് ട്രെയിൻ തട്ടിയുള്ള ഒരു മരണമാണോ ഇത് എന്നുള്ളതായിരുന്നു ആദ്യ പരിശോധന. എന്നാൽ ട്രെയിൻ തട്ടി മരിച്ചതല്ല, പരുക്കുകളുള്ള ഇവരുടെ ഈ ഒരു മൃതദേഹം കാണുമ്പോൾ അതൊരു കൊലപാതകത്തിലേക്കും പിടിവലിയിലേക്കും പോയതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് പോലീസ് തുടക്കത്തിൽ തന്നെ നിരീക്ഷിച്ചു. മുഖത്ത് അടിയേറ്റതിന്റെ പാടുകളും ശരീരത്തിൽ രക്തക്കറയും കണ്ടതോടെ കൊലപാതകമാണ് എന്നുള്ള സംശയത്തിലൂന്നിയായി പിന്നീട് അന്വേഷണങ്ങൾ. ഇൻക്വസ്റ്റ് നടപടികൾ കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് സംശയം ഇരട്ടിക്കുന്നത്. മൃതദേഹത്തിന് സമീപത്ത് കണ്ടെത്തിയിട്ടുള്ള മൊബൈൽ ഫോൺ, അതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കേസ് തെളിയിക്കാനുള്ള ഏട്.
ഈ മൊബൈൽ ഫോണിന്റെ സിം പരിശോധിച്ചപ്പോൾ കോട്ടയം സ്വദേശിയായ സുധാ ബേബി എന്ന യുവതിയുടേതാണ് മൃതദേഹമെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. എറണാകുളം വൈറ്റിലയിൽ സ്ത്രീയെ കൊലപ്പെടുത്തി റെയിൽവേ ട്രാക്കിൽ തള്ളിയെന്ന സംഭവത്തിൽ പ്രതിയുമായിട്ട് പിന്നീട് അന്വേഷണം പുരോഗമിച്ചു. ഈ ഫോൺ സംഭാഷണങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഫോണിലുള്ള ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടാണ് ഷാജിയിലേക്ക് പോലീസ് എത്തുന്നത്. ഷാജി സഞ്ചരിച്ച വാഹനങ്ങൾ, സഞ്ചരിച്ച രീതി, സഞ്ചരിച്ച സമയം, അതിനെ കുറിച്ചുള്ള അന്വേഷണമായി പിന്നീട് അങ്ങനെയാണ് വസ്ത്രത്തിലുള്ള രക്തക്കറ പോലീസ് ശ്രദ്ധിക്കുന്നത്. അയാളാണ് കൊലപാതകിയെന്ന് ഉറപ്പിക്കുന്നതും. അങ്ങനെ പ്രതിയെ കഴിഞ്ഞ ദിവസം വളരെ വിദഗ്ധമായിട്ട് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. തെളിവെടുപ്പിനായിട്ട് ഇന്ന് കൊണ്ടുവന്ന സമയത്തും ഷാജി പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇനി അറിയാനുള്ളത് എന്തായിരുന്നു ഇവർ തമ്മിലുള്ള ആ പ്രശ്നം എന്നുള്ളതാണ്. അവസാന നിമിഷത്തിൽ ഇവരെന്താണ് സംസാരിച്ചത്, ഒരു കൊലപാതകത്തിലേക്ക് മാത്രം നയിക്കാനുണ്ടായിരുന്ന ആ ഒരു പ്രകോപനപരമായിട്ടുള്ള സംസാരം എന്തായിരുന്നു എന്നത് പുറത്തേക്ക് വരേണ്ടതുണ്ട്. നിലവിൽ തന്റെ ജീവിതം, തന്റെ കുടുംബം ഇവർ തകർക്കുമെന്നുള്ള ഭീഷണിയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് എങ്കിലും അയാൾ മറ്റെന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്നുള്ളതും ദുരൂഹമായി തുടരുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സമീപകാലത്തുള്ള പല കേസുകളും തന്നെയാണ്. സമീപകാലത്ത് ഇത്തരത്തിൽ സമാന രീതിയിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ അന്വേഷണങ്ങൾ എത്തി നിൽക്കുന്നത് പണം എന്നുള്ള ഒരു ഏടിലേക്ക് തന്നെയാണ്. അതായത് ഇത്തരത്തിൽ പ്രായമായ പലരുമായിട്ട് ബന്ധം പുലർത്തുകയും അവിടെ സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വാക്കുതർക്കമാണ് സ്വാഭാവികമായിട്ടും കൊലപാതകത്തിലേക്കും ആക്രമണത്തിലേക്കും നയിക്കുന്നത് എന്ന് പല റിപ്പോർട്ടുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ എന്തെങ്കിലും ഒന്ന് സുധയ്ക്കും ഷാജിക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അന്വേഷണ സംഘം കണ്ടെത്തേണ്ടുന്നത്. ഷാജിയെ സംബന്ധിച്ച് നല്ലൊരു പൊസിഷനിൽ, നല്ലൊരു രീതിയിൽ ശമ്പളവും പെൻഷനും ഒക്കെ കിട്ടുന്ന ഒരാളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലുള്ള ബന്ധം സാമ്പത്തിക ഇടപാടിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ സാമ്പത്തിക ഇടപാടിലേക്ക് കടന്നിട്ടുണ്ട് എങ്കിൽ അതിനെ ചൊല്ലിയാണോ പ്രശ്നമുണ്ടായത്, അതോ ഈ പറയുന്നത് പോലെ കുടുംബം തകർക്കുമെന്നുള്ള ഭീഷണി മാത്രം ഭയന്നുകൊണ്ടാണോ ഷാജി കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ളതും ചോദ്യമാണ്. സ്വന്തം കുടുംബം തകർക്കും എന്നുള്ള ഭീഷണിയെ തുടർന്നാണ് യുവതിയെ ഷാജി കൊലപ്പെടുത്തിയതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കൊലപാതകം എന്നുള്ളത് മാത്രമായിരുന്നില്ല മാർഗം എന്നുള്ളതാണ്. കാരണം സ്വന്തം കുടുംബ ജീവിതവുമായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കപ്പെടുമെന്നും താൻ ശിക്ഷിക്കപ്പെടുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഷാജി.